സിനിമ എന്ന ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു പൊലിമയല്ല, അകത്ത് നടക്കുന്നത് വേറെ പലതുമാണ്. അതുപോലെ ഞാനും കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും സേഫാണ്. ആണുങ്ങളും പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ കോറിഡോറിന് ഇങ്ങേറ്റം നിൽക്കുന്നു, നമുക്ക് ഇങ്ങനെ ഒരു ടേൺ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു 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 ശരിക്കും ഒരു ഓറ, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഏത് നേരവും എനിക്ക് കേട്ട സമാധാനം തോന്നുന്നത് എൻ്റെ അമ്മയുടെ സൗണ്ട് മാത്രമാണ്. സിനിമ ഫീൽഡിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇവര് ഓരോരുത്തർ പറയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതികൾ, കമന്റ്സും ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം പോയിട്ട് അമ്മയുടെ പറയാം, അമ്മ നാണോ ഇല്ലേ നിനക്ക്, ഒരെണ്ണം പൊട്ടിച്ചിട്ട് വരാതുള്ളത്, നീ ഇവിടെ വന്നിരുന്ന് മൂങ്ങാണോ വേണ്ടേ? ലവ് മാരേജ് ആയിരുന്നു നിങ്ങളുടെ? അല്ല, പ്രണയിച്ച് തുടങ്ങിയപ്പോഴേക്കും വീട്ടുകാർ എൻഗേജ്ഡ് ആക്കി. ഞാൻ കുഞ്ഞിലെ ഞാൻ 3 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു. എൻ്റെ നാക്കിന് കെട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രമുഖ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ എന്നെ ഇറക്കി വിട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ സൗണ്ട് ഒന്നും കൊള്ളില്ല, തന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടോ, അത് കേട്ടിരിക്കുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സൂപ്പർ സ്റ്റാർസ് ഞാൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. മമ്മൂക്കാൻ്റെ കൂടെ ഒറ്റ ദിവസം ഇരുന്നിട്ടുള്ളൂ. എനിക്കിങ്ങനെ അവളുടെ അറിവില് പഞ്ചചേച്ചി തലയിറക്കി വീഴുന്ന അവസ്ഥയിലാണ്. കുറേ സിനിമകൾ ഇന്ദ്രജിത്തേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ. പുള്ളി തന്നെ ഒരു പ്രാവശ്യം എന്നോട് പറയും, സാറവിളി വേണ്ട കേട്ടോ, ചേട്ടൻ മതി. പൃഥ്വിരാജ് സാർ എന്ന് പറയാൻ കാര്യം, ഞാൻ ഒരു ഫിലിമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, കടുവ. വെൽക്കം ടു റീൽ ടു റിയൽ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഗായത്രിയാണ്. ഗായത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗായത്രിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ ഇൻഡസ്ട്രിയിലേക്ക് വന്ന പുതിയ ഹീറോയിനാണോ എന്ന് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ വേണമെങ്കിൽ സിംഗറായിട്ട് തോന്നാം, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രസൻറ്റബിൾ ആയിട്ടുള്ള സുന്ദരി കുട്ടിയാണ്. പക്ഷെ വർക്ക് ചെയ്യുന്നത് ബിഹൈൻഡ് ദ ക്യാമറ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ഒരേ ഒരു ചുണക്കുട്ടിയായിട്ടുള്ള, സിംഹക്കുട്ടിയായിട്ടുള്ള സൗണ്ട് എഞ്ചിനീയറാണ് ഗായത്രി എന്ന് പറയുന്നത്. പക്ഷെ ഗായത്രി, ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ആക്ടിങ് സെലക്ട് ചെയ്തില്ല? അല്ല, ആക്ടിങ് സെലക്ട് ചെയ്തത് എനിക്ക് പകരം ആക്ട് ചെയ്യാൻ 100 പേരെ കിട്ടും. പക്ഷെ സൗണ്ട് എഞ്ചിനീയറിംഗിൽ എനിക്ക് പകരം വെക്കാൻ ടച്ച് വുഡ് ഇതുവരെ ആരും വന്നിട്ടില്ല. മാസ് 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 ഐഡന്റിഫൈ ചെയ്തിട്ട് മാസിൽ പിടിച്ചേക്കാണ്. അടിപൊളി. ഓക്കെ, അപ്പം ശരിക്കും തുടക്കത്തിൽ പഠിച്ചത് ആക്ടിങ് ആയിരുന്നു അല്ലേ? പക്ഷെ അത് അതിനെക്കാട്ടിലും ഇഷ്ടം തോന്നിയത് സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ഈ സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിൽ പോലും ഗായത്രി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പല ആർട്ടിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗായത്രിയുടെ സ്റ്റുഡിയോയിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർ പറയും, ഗായത്രി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വെള്ളം കുടിച്ചേനെ, ഗായത്രി ഇല്ലായിരുന്നെങ്കിൽ വെള്ളം കുടിച്ചേനെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയിക്കാനുള്ളൊരു കഴിവ് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഡബ്ബിങ് ചെയ്യിക്കാൻ തുടങ്ങിയത്? ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ കുഞ്ഞിലെ തൊട്ട് ഡബ് ചെയ്യുമായിരുന്നു. എനിക്ക് സിനിമ, എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് സിനിമ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് ജോലിന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അഭിനയിക്കാൻ ഇഷ്ടമാണ്. കുഞ്ഞിലെ തൊട്ട് ഷോർട്ട് ഫിലിംസും ടെലിഫിലിംസും ആങ്കറിങ്ങും ഒക്കെ ചെയ്ത് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് എനിക്കൊരു നല്ല പരിചയമുണ്ട്. അങ്ങനെ ഒരു ഹെസിറ്റേഷനോ ഒന്നുമില്ല. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആയപ്പം എൻ്റെ സൗണ്ട് നല്ലതാണ്, എനിക്കൊന്ന് ഡബ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഡബ് ചെയ്യാൻ പോയി. പക്ഷെ 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ഡബ് ചെയ്യാൻ ഒരു സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ, ഇവിടുത്തെ ഒരു പ്രമുഖ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ എന്നെ ഇറക്കി വിട്ടു. എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ സൗണ്ട് ഒന്നും കൊള്ളില്ല, തന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു. ഇത് വേറൊരു വലിയൊരു മനുഷ്യനുണ്ടായിട്ടുണ്ട് ഈ അനുഭവം. അറിയാവോ ആർക്കാ? അമിതാഭ് ബച്ചന്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട്. എനിക്കും വയ്യ. അപ്പൊ 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും അത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും സിനിമയിലേക്ക് ഇറങ്ങി, നീ അത് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വെച്ചിട്ട് അങ്ങനെ BA മൾട്ടിമീഡിയ എടുത്തു. അത് കഴിഞ്ഞ് MA സിനിമ എടുത്തു. അപ്പൊ അതിലൊക്കെ ഒരു പേപ്പറാണ് ഓഡിയോഗ്രഫി. അതിൽ ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ഓഡിയോഗ്രഫി പഠിച്ച് പിന്നെ നമുക്ക് കോളേജ് ടൈം കഴിഞ്ഞിട്ട് എക്സ്ട്രാ കോഴ്സ് എടുത്ത് പഠിക്കാം. അങ്ങനെ പ്രോ ടൂൾസ് പഠിച്ച് അങ്ങനെ സൗണ്ട് എഞ്ചിനീയർ ആയതാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വലി നമ്മൾ അപ്പീലിംഗ് ആയിട്ടൊരു ഫേസാണ്. ചിരിക്കുന്നതായാലും ശരി, കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ ഒന്നും ഓവറൊന്നുമല്ല. അപ്പം ഞാൻ ചില സമയത്ത് ഞാനൊക്കെ ഭയങ്കര ഓവർ ആവാറുണ്ട്. അപ്പോൾ ഓവറൊന്നുമല്ല. അതിനിങ്ങനെ തല ഇങ്ങനെ ആട്ടുന്ന ആൾക്ക് ഓഡിയോഗ്രഫിയിലുണ്ടായ താല്പര്യം, അതെന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കാണുമല്ലോ. എന്താണ് അല്ല ആ ഓഡിയോഗ്രഫിയിലോട്ട് ഇത്രയ്ക്ക് താല്പര്യം വരാൻ കാരണം? എൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ് എന്നെ ഓഡിയോഗ്രഫിയിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഞാൻ കുഞ്ഞിലെ ഞാൻ 3 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു. എൻ്റെ നാക്കിന് കെട്ടുണ്ടായിരുന്നു. അപ്പം പറയുന്ന ഒന്നും ക്ലിയർ ആവില്ല. അപ്പോൾ കുഞ്ഞിലേക്ക് കുറേ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും എന്നെ
അങ്ങനെ കളിയാക്കുന്ന ആൾക്കാർ എൻ്റെ ഫാമിലിയിലുള്ളവരാണെങ്കിലും തമാശയ്ക്ക് കളിയാക്കുന്നവരുണ്ട്. അപ്പൊ അത് എനിക്ക് ഭയങ്കര എന്നത് തെളിയിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ ഡബിങ് ചെയ്തു തുടങ്ങിയതും ഇപ്പോഴും എനിക്ക് ചില വാക്കുകൾ പറയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനത് പിടിച്ചാണ് ഞാൻ പറയാറ്. പ്രത്യേകിച്ച് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ മൈക്കിലാണ് 2 സ്പീക്കേഴ്സ് വെച്ചിട്ടൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്കത് കേൾക്കാൻ പറ്റും. അപ്പൊ ഞാനത് ട്രെയിൻ ചെയ്ത് പേപ്പറൊക്കെ ഉറക്കെ വായിക്കാൻ ശ്രമിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എങ്ങനെ ഓരോ അക്ഷരങ്ങൾ പറയണം അതൊക്കെ ഞാൻ സ്വയം ട്രെയിൻ ചെയ്ത് അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണെന്ന് ഞാൻ അതിലൊരു റിസൾട്ട് കണ്ടിട്ട് ഇനിയാണ് എടുത്തുള്ളൂ അല്ലേ. അപ്പൊ ഈ ശരിക്കും ഷാ എന്ന് പറയുന്നില്ലേ, ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ തെറ്റാണ്. അപ്പൊ അതെനിക്ക് ഒരിക്കലും വരത്തില്ല, ഒരിക്കലും ചെറിയ പ്രായം മുതൽ വരത്തില്ല. എന്നാൽ ബാക്കി എല്ലാം അടിപൊളിയായിട്ട് വായിക്കും. ടീച്ചേഴ്സൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പാഠപുസ്തകം മലയാളത്തിൽ നിർത്തി വായിപ്പിച്ചിട്ടുള്ളത് എന്നെ അതിൽ പല മലയാളം ടീച്ചേഴ്സ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ സാധനം വരത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ കോൺഫിഡൻസ് മാറിയത്. വിജിതബി സാറ് ഒരു ദിവസം പറഞ്ഞു, എടോ നസീർ സാറിന് ഷാ പറയാൻ അറിയത്തില്ലായിരുന്നു, സാർ ഏത് ലെവലിലാണ് എത്തിയെന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടോ, അത് കേട്ടിരിക്കുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ നമ്മുടെ സൗണ്ട് നന്നാവണം, മോഡുലേഷൻ നന്നാവണം ഒന്നുമില്ല. നമ്മൾ പറയുന്നതിൽ കാര്യം ഉണ്ടായാൽ മതി, ആൾക്കാർ കേട്ടിരിക്കും. ഇതാണ് ഈ ക്വാളിറ്റിയാണ് ആൾക്കാർ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഒരു അഭിനയിക്കുന്നത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഡബ്ബിങ്ങിന് പോകുമ്പോൾ നമ്മളിവിടെ അഭിനയിക്കുന്നത് അവിടെ വളരെ ലാവിഷായിട്ട് അഭിനയിക്കും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ബിരിയാണി, പിന്നെ ഒരു 2 ദിവസം ചോറ്, പിന്നെ കഞ്ഞി, പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അഭിനയിക്കുന്ന സമയത്ത് അങ്ങ് ലാവിഷായിട്ട് ചെയ്യും. ഡബ്ബിങ്ങിൽ ഇത് അനുഭവിക്കേണ്ടി വരും എന്നൊന്നും ആരും ആലോചിക്കത്തില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു എഞ്ചിനീയറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആളെങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ സൗണ്ട് എന്നുള്ളതാണ് സാധാരണ ആർട്ടിസ്റ്റുകൾ പറയാറ്. പക്ഷെ ബ്രെത്ത് പോലും അതിനനുസരിച്ചിരിക്കും. അപ്പൊ ദേഷ്യപ്പെടുന്ന ഒക്കെ ഒരാളാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും, സൗണ്ട് പുറത്തേക്ക് വരാതാവും. ഹെഡ്ഫോൺസ് വെച്ചിട്ട് നമ്മളൊരു ഇരുട്ട് മുറിയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഡയറക്ടറും അസോസിയേറ്റും അസിസ്റ്റന്റ് ഒക്കെ പറയും ഉള്ളിന്ന് വരട്ടെ, നന്നായി ചെയ്യുമെന്ന് പറയും. ഇത് എങ്ങനെ ഉള്ളിന്ന് വരുന്നു, അത് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അത് ചെയ്യാൻ പറ്റുന്നവരെ ഭയങ്കരമായിട്ട് നമ്മൾ ദൈവം തൊട്ട് അനുഗ്രഹിച്ചവരാണ് അവരൊക്കെ. ഓ അടിപൊളി. അത് മാത്രമല്ല അതിലേക്കാണ് ഞാൻ വന്നത്. ഗായത്രിനെ കുറിച്ച് എല്ലാവരും പറയുന്ന പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ, ഞങ്ങൾ ആ റൂമിനകത്ത് ഇങ്ങനെ പേടിയോട് കൂടി ഇങ്ങനെ വരച്ചിട്ടായിരിക്കും ചെല്ലുക. ചെന്ന് കയറി കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാലും ഓരോരുത്തരും ഓരോ സജഷൻ പറയും. പിന്നെ ഇത് എന്തോന്നാണ് ഡേ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുമ്പോഴത്തേക്കും ഗായത്രി എന്ന് പറയുന്ന ഏഞ്ചൽ ഇങ്ങനെ വരും. അല്ല ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഇതങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഇതിങ്ങനെ പറഞ്ഞ് നോക്കൂ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ഭയങ്കര കാംലി തരുന്നതാണ് പറയുന്നത്. അങ്ങനെ ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം ഇത് നമുക്ക് പല മൂഡ്സ് അല്ലേ, ലൈഫിലായാലും പല മൂഡാണ് നമ്മളുടെ. അപ്പം നമ്മുടെ ഒക്കെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. സ്പേസിൽ നിന്ന് പല മൂഡിലായിരിക്കും നമ്മൾ വരും. അത് ഓഫീസിൽ ചിലപ്പോൾ കൊണ്ടുവന്നതിന് വരില്ല. എന്നിട്ട് ഈ മൂഡ് ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് പോകാൻ എങ്ങനെ പറ്റുന്നത്? എല്ലാവരോടും ഇതുപോലെ അല്ല, അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കഴിയുമ്പം പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പം മനസ്സിലാവില്ല. അപ്പം ആ മനസ്സിലാവാത്ത നമ്മുടെ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് അവൻ്റെ തെറ്റല്ല, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിയാവാത്തതുകൊണ്ടാണ്. അപ്പൊ അവന് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാവുമ്പോഴാണ് അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാമായിട്ട് കൂളായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. അങ്ങനെ ഡീൽ ചെയ്താണ് ഞാൻ പോവാറ്. ഞാനങ്ങനെ ഭയങ്കര പിന്നെ ഈ നമുക്ക് 1 ടേക്ക് 2 ടേക്ക് 3 ടേക്ക് ഒക്കെ ആവുമ്പം ആർട്ടിസ്റ്റുകൾക്ക് ഇനി എന്താ ഞാൻ ചെയ്യേണ്ട എന്താ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ മാക്സിമം നമ്മൾ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയും ഇന്നതാണ് സിറ്റുവേഷൻ, എനിക്ക് ഇത് വേണം, എനിക്ക് അച്ചടി വേണ്ട, പ്ലെയിൻ ആയിട്ട് നിങ്ങൾ നോർമലി ഒരു ലൈഫിൽ അതെങ്ങനെയാണോ പറയുക അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ അതിലെന്തെങ്കിലും മോഡുലേഷൻ ചേഞ്ച് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ആ മോഡുലേഷൻ എനിക്ക് തിരിച്ച് പറയാൻ പറയും. കാരണം എനിക്ക് ഡബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ് മോഡുലേഷൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പം അത് ഡയറക്ടേഴ്സിനും കുറച്ചുകൂടെ ഹാപ്പി ആക്കും. അവർക്ക് വലിയ പണി ഉണ്ടാവില്ല എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, അതുകൊണ്ട് അവരും ഹാപ്പിയാണ്. അങ്ങനെ കിട്ടി കുറച്ച് നല്ല കമന്റ്സ് എന്തൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പലരും നല്ല കമന്റ്സ് ഒരുപാട്. ഇപ്പം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇന്ന് നിവിൻ പോളി. അതെ. അപ്പം ഇന്ന് ഡയറക്ടർ ഉണ്ടായില്ല. ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഗായത്രി ചെയ്തോളില്ലേ, എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫിലിം നമ്മളെ ധൈര്യമായിട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നു എന്ന് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിലൊരു സിനിമ കിട്ടിയാൽ ഞാനത് 100% എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ആ വർക്ക് ചെയ്യാറുള്ളൂ. അതിപ്പോൾ ഈച്ച് ആൻഡ് എവറി ഡയലോഗിലും ഞാൻ എൻ്റെ ഫുൾ
കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് അതിപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവാം, ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷെ അതൊക്കെ ആ സ്റ്റുഡിയോൻ്റെ പടി കിടന്നാൽ പിന്നെ ഞാൻ എല്ലാം മറക്കും. എനിക്ക് വേറെ ഒന്നുമില്ല, ആ വർക്ക് മാത്രമേ ഉള്ളൂ. അത് എത്ര മണി വരെ പോകുന്നു, എത്ര മണി വരെ അവർ പറയുന്നു, അതുവരെ ഞാൻ അവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ വർക്കിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് അതാണ് ഇഷ്ടം. ഓക്കെ. ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന മേഖലയ്ക്കകത്ത് ഈ ഡബ്ബിങ്ങിൽ ഇത്രയും അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന ആ ഒരു ഏരിയയാണ്. പക്ഷെ അത് മാത്രമല്ല ഗായത്രിക്ക് മിടുക്കുള്ളതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നത്? എനിക്ക് സൗണ്ട് ഡിസൈൻ ചെയ്യാൻ ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് മിക്സിംഗ് പഠിക്കണം. അത് ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മൾ തിയേറ്ററിൽ കേൾക്കുന്ന ഒരു 5.1 7.1 അറ്റ്മോസ് രീതിയിൽ അത് കേൾക്കുന്നത് ഒരു മിക്സിംഗ് എഞ്ചിനീയറിന്റെ കഴിവുകൊണ്ടാണ്. അപ്പം അത് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ വർക്കുകൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പറഞ്ഞത് ചില തിയേറ്റേഴ്സ് തിയേറ്റർ നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് തിയേറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? കാരണം ചില തിയേറ്റേഴ്സിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചില സ്ക്രീനുകളുടെ പ്രത്യേകത. ഇപ്പം ലുലുവില് എനിക്ക് തോന്നുന്നു സ്ക്രീൻ 6 ആണെന്ന് തോന്നുന്നു. നല്ല അവിടെ കാലിബ്രേഷൻ ഒക്കെ ചെയ്തിട്ടിട്ട് നല്ല രസമായിട്ട് അവിടെ കേൾക്കാൻ പറ്റും. ചില തിയേറ്റേഴ്സിൽ നമ്മൾ ഏറ്റവും ബാക്കിലൊക്കെയാണ് ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായി കേൾക്കാം. ചിലപ്പോൾ ബാക്കോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ സബ് മാത്രമേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ഡയലോഗ്സ് ഒന്നും കേൾക്കില്ല. അപ്പൊ അത് നമ്മൾ സീറ്റ് സെലക്ട് ചെയ്യുന്നതും കൂടെ തിയേറ്ററിലെ മെയിൻ ഒരു ഘടകമാണ്. എല്ലാം തികഞ്ഞ തിയേറ്റർ കണ്ടിട്ടുണ്ടോ? ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ പ്രൊജക്ടർ മോശമായിരിക്കും, അല്ലെങ്കിൽ സൗണ്ട് മോശമായിരിക്കും, എന്തെങ്കിലുമൊക്കെ എല്ലാ തിയേറ്ററിലും ഉണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലും കുറച്ച് നല്ല തിയേറ്റേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ, സ്റ്റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ കൊച്ചി ബെറ്ററാണ്, നന്നായിട്ട് ബെറ്ററാണ്. അതെ. ഓക്കെ. ഇപ്പം നമ്മൾ നാവിൽ കെട്ടുള്ള കുട്ടി, സംസാരിക്കാൻ താമസിച്ച കുട്ടി, കളിയാക്കലുകൾ ഒരുപാട് കിട്ടിയ കുട്ടി, ആ കുട്ടി തിരികെ നോക്കുമ്പോൾ ഇപ്പം എന്ത് ഫീൽ ചെയ്യും? അഭിമാനം, ഒരു പ്രൗഡ്, എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന, അതാണ് ഏറ്റവും കൂടുതൽ ലൈഫിൽ വേണ്ടത്. അതെ, സെൽഫ് ലവ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വന്ന കുറേ വഴികൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു എന്തുകൊണ്ടായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, അതിന് മുന്നത്തെ വർഷവും പറഞ്ഞു, അതിന് മുന്നത്തെ വർഷവും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് നമ്മുടെ മലയാളത്തിലെ ഒരേ ഒരു മലയാളത്തിലെ ചുടക്കുട്ടിയായിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ. അത് ഞാൻ ഇനി അങ്ങനെ തന്നെ പറയുമോ? കാരണം എന്തുകൊണ്ട് ഈ മേഖലയിലോട്ട് പെൺകുട്ടികൾ അധികം വരാത്തത്? ഒന്നാമത്തെ കാര്യമുണ്ടോ? ഇല്ല, എനിക്കൊന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഫിലിം ഞാൻ മാത്രമേ ഉള്ളൂ. സീരിയൽസ് ഒക്കെ ചെയ്യുന്ന 3-4 പെൺകുട്ടികളെ എനിക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ടൈം ഇല്ലാത്തൊരു വർക്കാണ്. ചിലപ്പം ആർട്ടിസ്റ്റ് വെളുപ്പിനെ 4 മണിക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, അവർക്ക് ബേസ് കിട്ടാൻ വേണ്ടി വെളുപ്പിനെ വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ അവൈലബിൾ ആയിരിക്കണം. ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ താല്പര്യം ആർക്കും ഉണ്ടാവില്ല. അത് ആർട്ടിസ്റ്റുകളാണെങ്കിലും അത് പെണ്ണാണോ എന്നാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതുകൊണ്ട് മാറ്റി നിർത്ത് എന്ന് പറയാനും താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാനും കുറേ എല്ലാവരോടും ചോദിക്കാറുണ്ട്. കുറേ പഠിച്ചിറങ്ങുന്നുണ്ട്, കുറേ കുട്ടികൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ ആരും ഇതൊരു ഫീൽഡായിട്ട് അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് കണ്ട് ഇത് വർക്കായിട്ട് ആരും എടുക്കുന്നില്ല. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഈ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. പലപ്പോഴും ആ പാഷൻ ആയിരിക്കില്ല. അതെ, അതായിരിക്കാം. പിന്നെ ഇനിഷ്യൽ ക്രഷ് ആയിരിക്കാം. അതെ, സിനിമ എന്ന ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു പൊലിമയല്ല, അകത്ത് നടക്കുന്നത് വേറെ പലതുമാണ്. അപ്പൊ അത് എന്താ പറയാ, അത് ഓവർകം ചെയ്ത് വരാൻ കുറച്ച് പാടുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനും കുറെ ഫേസ് ചെയ്തിട്ടുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും സേഫാണ്. ഇപ്പം അത് മലയാളം ഇൻഡസ്ട്രി എന്നല്ല, നമ്മുടെ എല്ലാ ജോലികളിലും നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ പെണ്ണുങ്ങൾ സേഫാണ്. ഇതിപ്പോൾ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമല്ല. ഇപ്പം നമുക്ക് അതും ഇല്ല, ആണുങ്ങളും പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നോ പറയേണ്ടടുത്ത് ആരാണെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോലിയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ഈ സൗണ്ടിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുന്നത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് ആരുടെയാണ്? അങ്ങനെ ഏതെങ്കിലും സൗണ്ടിനോട് ക്രഷ് വന്നിട്ടുണ്ടോ? അതെ, അങ്ങനെ സൗണ്ടിനോട് ക്രഷ് തോന്നലൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് സൗണ്ട് നന്നായിരിക്കണം എന്ന് എനിക്ക് ഇതുവരെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ പല സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ അഭിനയിച്ചവരെ കൊണ്ട് തന്നെ ഞാൻ ഡബ് ചെയ്യിപ്പിക്കാറ് കൂടുതലും. എനിക്കതാണ് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ ഭയങ്കര ലൈവായിട്ട് ചെയ്യും. അവർ അഭിനയിച്ച ആ ഒരു സിറ്റുവേഷൻ അവർക്കറിയാം. അപ്പോൾ അവർ കുറച്ചുകൂടെ നന്നായിട്ട് അത് ഉൾക്കൊണ്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ എന്താ പറയുക, അങ്ങേയറ്റം അടിപൊളിയാണ്. പക്ഷെ ഇവർ ചെയ്യുന്നതിലൊരു മെത്തേഡ് ഉണ്ട്. അവരുടെ ഒരു ലാൻഡിങ് രീതിയും അവർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയും ഒക്കെ
ഒരു ഭയങ്കര അവരിങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് തരിക. അഭിനയിച്ചവരതല്ല, അവർക്കറിയാം ആ സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പൊ ചില സാധനങ്ങൾ അവർ പതിഞ്ഞ് പറയേണ്ടടുത്ത് പതിഞ്ഞു പറഞ്ഞു, ഉറക്ക പറയേണ്ടടുത്ത് ഉറക്ക പറഞ്ഞു. അത് അവർക്ക് ആ ഒരു ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റ് ആക്കുന്നത് നമ്മൾ ഡബ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഞാൻ കൂടുതലും ഡബിങ് ചെയ്യുന്ന അഭിനയിക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിക്കാറുള്ളൂ ഞാൻ. അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് സൗണ്ടിനോടല്ല എനിക്ക് അല്ല, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ മാറിപ്പോയതായിരിക്കും. കാരണം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെഡ്ഫോൺ വെച്ചാൽ ഹെഡ്ഫോണിൽ കേൾക്കുക എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പം മിക്കതും എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്നൊരു പാട്ടും ചിലപ്പോൾ അല്ലാതെ ഇങ്ങനെ തുറന്ന് കേൾക്കുന്നൊരു പാട്ടും ആ സെയിം പാട്ടാണെങ്കിൽ പോലും വ്യത്യാസം ഉണ്ടാവും. അത് പാട്ടുകളിൽ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബീറ്റുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പാൻ ചെയ്തേക്കുന്നത് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫുൾ സറൗണ്ടിൽ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ഫോൺസ് വെച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പറയുന്നത്. നമുക്ക് നല്ലൊരു സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആയിട്ടും കേൾക്കാം. അതുപോലെ ചില ആൾക്കാരുടെ സൗണ്ട് ഇപ്പം നമ്മൾ റൊമാൻറ്റിക് ആണെങ്കിലും ദേഷ്യപ്പെട്ടാലും നമുക്കത് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ചില ആൾക്കാരുടെ സൗണ്ട് ഉണ്ടാവില്ലേ? അതിപ്പം ആരും ആയിക്കോട്ടെ, അപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് എക്സാമ്പിൾസ് ഒന്നും വരുന്നില്ല, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു സൗണ്ടിനോട് ഒരു ആരാധന തോന്നിയിട്ടുണ്ട്? ഞാൻ കുഞ്ഞിലെ എനിക്ക് ഐപോഡ് ഉണ്ടായിരുന്നു, വളരെ കുഞ്ഞിലെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഈ ഹെഡ്ഫോൺസിൽ ഏതെങ്കിലും FM-ല് രാത്രിയുള്ള സംഭാഷണങ്ങള് അവര് പറയുന്ന രീതി ഭയങ്കര രസമാണ്. അത് അവരുടെ സൗണ്ടിന്റെ ആണോ അവരങ്ങനെ മോഡുലേറ്റ് ചെയ്ത് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലവ് ബൈറ്റ്സ് അങ്ങനെ കുറെ പരിപാടി സൂപ്പർ രേണു, ഞാൻ ഇപ്പോഴും രേണുവിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. RJ രേണു ആണെങ്കിലും RJ കുറെ പേരുണ്ട്. ആ ഒരു രാത്രി സമയത്ത് സംസാരിക്കുന്ന ആൾക്കാർ നമുക്ക് ഉറങ്ങാൻ ഭയങ്കര സൂതിങ് ആയിട്ടുള്ള സൗണ്ട്സ് ആണ് അവർ ചെയ്യുന്നത്. അത് മ്യൂസിക് അത് അവരുടെ ഒരു കഴിവാണ്. അവർ ആ സൗണ്ടിനെ മോഡുലേറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവർ സംസാരിക്കുന്നത്. പൊതുവേ RJകൾ നേരിട്ട് സംസാരിക്കുമ്പോൾ വേറെ ഒരു രീതിയിലായിരിക്കും. എന്നാൽ പോലും അവർ ആ രാത്രിയെ നമ്മുടെ കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുത്ത് ആ ഒരു സൗണ്ട് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്ത് ആ മോഡുലേഷനിലാണ് അവരുടെ കാര്യം ഇരിക്കുന്നത്. അത് കേട്ട് ഉറങ്ങാൻ ഭയങ്കര രസമായിരുന്നു. എത്ര വൈബ്രന്റ് ആൻഡ് പോസിറ്റീവാണ് ഗായത്രി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മറ്റേ ഒരു ഫിലിം തന്നെ ഉണ്ടല്ലോ, നമുക്ക് വിദ്യാപാലിൻ്റെ ഒരു ഫിലിം തന്നെ ഉണ്ടല്ലേ, രാത്രിയെ ഇതുപോലെ മനോഹരമാക്കാൻ വേണ്ടി ഉള്ള സൗണ്ട് എന്ന് പറയുന്നതിന് പകരം അതിനെ വളരെ വൾഗറായിട്ട് കണ്ട ഒരു മൂവിയായിരുന്നു അത്. അതായത് ആ തുടക്കത്തിൽ അവള് രാത്രി ചെയ്യുന്ന ആ പ്രോഗ്രാം ഭയങ്കര വൾഗറാണെന്ന് കണ്ടിട്ട് പിന്നീട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഫിലിം പോകുന്നത്. പക്ഷെ ഇപ്പം ഗായത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലേ, രാത്രിയെ വളരെയധികം മനോഹരമാക്കാൻ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഓക്കെ, അതൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, സമ്മതിച്ചു. കുറച്ചൊന്ന് വളർന്നു വന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് കുറച്ചെങ്കിലും ഇതായിട്ടുള്ള സൗണ്ട്, ഒരു ആക്ടർ ആയിരിക്കാം, ഒരു ആക്ട്രസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇപ്പൊ കേട്ടാലും ഫ്രഷർ ഞെട്ടിച്ചാരെങ്കിലും ഉണ്ടോ? ഫ്രഷറായിട്ട് വന്നിട്ട് ഞെട്ടിച്ചാരെങ്കിലും ഉണ്ടോ? ഫ്രഷറായിട്ട് വന്ന് ഞെട്ടിച്ച ഇപ്പം ഞാൻ പ്രകാശൻ ബർക്കട്ടെ ചെയ്യുമ്പോൾ മറ്റേ ഇവൻ മാത്യൂസ് അത്രയും ആയിട്ടില്ല. അവന് തണ്ണീർമത്തൻ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന സിനിമ എന്തോ ആണ്. പക്ഷെ അവൻ ഇമോഷൻസ് എടുത്തിട്ട് അവൻ ചെയ്യുന്ന ഭയങ്കര രസമായിട്ട് ആ സിനിമയിൽ അത് അവൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആരാധന തോന്നി. കുഞ്ഞു പയ്യനാണ്, എന്നെക്കാട്ടൊക്കെ ഒത്തിരി താഴെയാണ് അവൻ പ്രായം കൊണ്ട്. ഇപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ അയാള് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവൻ കുഞ്ഞാണ്. അപ്പൊ അവൻ ആ ഇമോഷൻ എടുക്കാൻ വേണ്ടി അവൻ കുറച്ചു നേരം ആരോടും മിണ്ടാതെ ആ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് അവൻ കരഞ്ഞ് അവന്റെ സൗണ്ട് മാറ്റി, അവൻ ആ മോഡുലേഷൻ മാറ്റി ഭയങ്കര എഫേർട്ട് എടുത്തു അവൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് അവനോടൊരു ആരാധന തോന്നിയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏത് നേരവും എനിക്ക് കേട്ടാൽ സമാധാനം തോന്നുന്ന എൻ്റെ അമ്മയുടെ സൗണ്ട് മാത്രമാണ്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് അമ്മയൊന്ന് വിളിച്ച് എന്താണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ്. അമ്മ ഒരു നല്ല അടിപൊളി ബോൾഡ് മമ്മിയാണല്ലേ? തീർച്ചയായിട്ടും. വളരെയധികം നമ്മളിപ്പം വേദനയാണോ എന്നാ ഒരു അടി കൂടെ തരാം എന്ന് പറയാം. പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയും പറയും, അമ്മ എനിക്ക് കരച്ചിൽ വേണമാണ്, ആ തലയണ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കരഞ്ഞോളൂ എന്ന് പറയുന്ന ടൈപ്പ് അമ്മയല്ലേ? ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ ലൈഫില് സിനിമ ഫീൽഡിൽ നിന്ന് കുറെ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇവര് ഓരോരുത്തർ പറയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതികളും കമന്റ്സും ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം പോയിട്ട് അമ്മയടുത്ത് പറയാം, അമ്മ നാണോ ഇല്ലേ നിനക്ക്, ഒരെണ്ണം പൊട്ടിച്ചിട്ട് വരാതുള്ളത് നീ ഇവിടെ വന്നിരുന്ന് മൂങ്ങാണോ വേണ്ടേ, പൊട്ടിക്കാനുള്ളടത്ത് പൊട്ടിക്കണം നീ, എന്നാലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നീ ഇവിടെ കരഞ്ഞോണ്ടിരുന്നാൽ നീ ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കും. ഇതും പറഞ്ഞാണ് എന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അമ്മ ഇറക്കുന്നത്. അമ്മയുടെ ഒരു
ഒരു ശക്തി കാരണമാണ് ഞാൻ MA സിനിമ എടുത്തതും. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ മാത്രമാണ് അതിന് റീസൺ. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഗായത്രി, ഇതിൽ വേറൊരു സത്യം കൂടി ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ കാര്യത്തിൽ ഞാൻ വേറെ പറയാം കേട്ടോ, BTech എടുക്കും, അത് കഴിഞ്ഞ് MTech എടുക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ MBA എടുക്കും. എന്ന് വെച്ചാൽ MBA എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയിട്ടായിരിക്കും എടുക്കുന്നത്. ഇത് 3 എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് പാക്കേജ് ആയല്ലേ, ഒരു ജോബ് ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടൊരു ജോബിൻ്റെ ഒരു പാക്കേജ് ആയി. അപ്പോൾ ആ ജോബൊക്കെ ചെയ്ത് അടിച്ച് വിളിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെയൊക്കെ പോയി നിന്ന് ഒരു പെൺകുട്ടി പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ചോദിക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഒക്കത്തൊരു കുട്ടിയും താഴൊരു കുട്ടിയും എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പം പലപ്പോഴും ഉള്ളത്. ഇന്നും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഞാൻ പഠിച്ച ചിലപ്പോൾ നമ്മൾ പിന്നെ കാണുന്ന ഈ BTechഉം MTechഉം MBA എടുത്ത കുട്ടി ഒരു ബൊട്ടിക്ക് തുറക്കുന്നതായിരിക്കും. എന്താ ബൊട്ടിക്ക് തുറന്നുകൂടെയെന്ന് ചോദിച്ചാൽ തുറക്കാം, ഇല്ലാന്നല്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് വീട്ടിൽ നിന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ ചെയ്യുകയുണ്ടാവും. ഇതൊന്നും ചെറിയ ജോലികളല്ല കേട്ടോ, ഇതൊക്കെ നല്ല ജോലികളാണ്. പക്ഷേ അവിടെ ഉള്ളിൽ അതായിരിക്കില്ല ആഗ്രഹം. പക്ഷെ ഗായത്രി അങ്ങനെയല്ല, എന്താണോ എടുത്തത്, എന്താണോ ആഗ്രഹിച്ചത്, ആ ഫീൽഡിൽ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടായാലും അത് ഫേസ് ചെയ്തിട്ടായാലും നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം അതിന് അമ്മ, എൻ്റെ അച്ഛൻ, അനിയൻ, അമ്മൂമ്മ, പിന്നെ ഇപ്പോൾ എനിക്ക് ഹസ്ബൻഡ്. എനിക്ക് അമ്മ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രെങ്ത് തരുന്ന ഹസ്ബൻഡാണ്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം ഞാൻ പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് മനു പിള്ളൈ. അപ്പോൾ മനുവിൻ്റെ വൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ സംഭവങ്ങളൊന്നും തന്നെ. നിങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽ അങ്ങനെ ഞാൻ വിചാരിച്ചത്. പക്ഷെ മനുഷ്യൻ നമ്മളെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വളരെ കുറച്ച് ഫിലിംസ് ചെയ്തിട്ടുള്ളെങ്കിലും നമ്മുടെ മനസ്സ് തങ്ങി നിൽക്കും. ഇപ്പോൾ തീവണ്ടിയുടെ ക്യാരക്ടർ എടുത്താലും തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തായാലും മനുവിനെ കുറിച്ച് പറയാതെ നമുക്കിനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് മനു വന്നിട്ട് ഇത് കുഴപ്പമില്ല, നീ ചില്ലായിട്ടിരിക്കും, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിക്ക് ചെയ്യാനൊക്കെ വന്ന് രാത്രി. ഇപ്പം ചില ആർട്ടിസ്റ്റുകൾ 2 മണി 3 മണി വരെയൊക്കെ ഡബ്ബ് പോകും. കാരണം പിറ്റേ ദിവസം അവർക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ അവർ ഇന്ന് ഡബ്ബ് തീർത്തിട്ട് പോവാമെന്ന് പറയും. അപ്പൊ എത്ര ലേറ്റ് ആയാലും രാത്രി ഞങ്ങൾ ആലുവയിലാണ് താമസിക്കുന്നത്. മനു അവിടെ നിന്ന് വണ്ടി എടുത്ത് വരും. 10 മണി 11 മണിയാകുമ്പോൾ മനു വന്നിട്ട് സ്റ്റുഡിയോന്റെ താഴെ എടുത്തിട്ട് പറയും, കുഴപ്പമില്ല നീ വർക്ക് ചെയ്തോ, ഞാൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കും. ലവ് മാരേജ് ആയിരുന്നു നിങ്ങളുടെ? കുറച്ചു കാലത്തെ ലവ് മാരേജ് ആയിരുന്നു. പ്രണയിച്ച് തുടങ്ങിയപ്പോഴേക്കും വീട്ടുകാർ എൻഗേജ്ഡ് ആക്കി. അത് കഴിഞ്ഞ് കൊറോണ സമയമായിരുന്നു. പിന്നെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം. ആ പേരും പറഞ്ഞ് ആരെയും വിളിച്ചില്ല എന്ന് പറയാനല്ലേ? ഇല്ല, കല്യാണം അത്യാവശ്യം എല്ലാരെയും വിളിച്ചിട്ടായിരുന്നു. കൊറോണയൊക്കെ കഴിഞ്ഞ് 2022 കല്യാണം. ഓക്കെ. ഈ സൂപ്പർ സ്റ്റാർസിനോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവം എങ്ങനെയായിരുന്നു? സൂപ്പർ സ്റ്റാർസ് ഞാൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. മമ്മൂക്കൻ്റെ കൂടെ ഒറ്റ ദിവസം ഇരുന്നിട്ടുള്ളൂ. എനിക്കിങ്ങനെ പക്ഷെ എനിക്ക് സിസ്റ്റത്തിൽ തൊട്ടതിനെ ഞാൻ നോക്കിയ. പക്ഷെ മമ്മൂക്ക വരുന്ന ആള് പൊതുവേ സ്റ്റുഡിയോയില് മമ്മൂക്കൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി മാറ്റി മമ്മൂക്ക വരുന്നുണ്ട്, ആളെ എല്ലാരും ഒഴിപ്പിക്കുക എന്നൊക്കെ പറയും. അപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും. അവളുടെ അറിവില് പഞ്ചു ചേച്ചി തലയിറക്കി വീഴുന്ന അവസ്ഥയിലാണ്. മമ്മൂക്ക ഇതിന്റെ മുമ്പേ വന്ന് അടിയൊന്ന് വീഴും. ഞാൻ അത്രയും ടെൻഷനിലായിരുന്നു. പക്ഷെ കൂളായി വന്ന് നാട്ടേക്ക് പോവാം, ഓക്കെ സാർ, പോയി ഡബ് ചെയ്തു, പുള്ളി തിരിച്ചു തന്നു. എനിക്ക് ഒറ്റ ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏത് സിനിമയായിരുന്നു, എന്തായിരുന്നു ആ പ്രതിഭാസം മുമ്പിൽ കണ്ടതിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് സാധനം? നമുക്ക് ഒരുപാടൊന്നും കാണണ്ടല്ലോ, ഒരു നോക്ക് കണ്ടാൽ മതിയല്ലോ. പേരൻപ് സിനിമയായിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോറിഡോറിന്റെ ഇങ്ങേറ്റം നിൽക്കുന്നു, മമ്മൂക്ക് ഇങ്ങനെ ഒരു ടേൺ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു ശരിക്കും ഒരു ഓറ, മമ്മൂക്കയുടെ ചുറ്റും ഇങ്ങനെ ഒരു ഓറ, ഭയങ്കര നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അതുപോലെ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ടോയ് ചേട്ടനെ ഞാൻ കണ്ടു, സ്റ്റുഡിയോയിൽ കണ്ടപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഓറയാണ്. അത് അവരുടെ പോസിറ്റിവിറ്റി കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ്. ഇപ്പം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അത്. ഇപ്പം ഇന്ദ്രജിത്തേട്ടൻ, പൃഥ്വിരാജ് സാർ, എല്ലാവർക്കും ആ ഒരു ഓറ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഏത് തിരക്കിനിടയിൽ നിന്നാലും ഇവരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്. ആ ഒരു ഓറ കാരണമാണ്. അത് ചരിസ്മയാണല്ലേ ഭയങ്കരമായിട്ട്. ഓക്കെ. അയ്യോ, ഞാൻ കേട്ടോണ്ട് ഇന്ദ്രജിത്ത് ചേട്ടൻ എന്ന് വിളിച്ചു, പൃഥ്വിരാജ് സാറെന്ന് വിളിച്ചു. ഈ രണ്ട് തമ്മിൽ ശരിക്കും അടുപ്പത്തിന്റെ വ്യത്യാസം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ദ്രജിത്ത് ശരിക്കും ചേട്ടനെ പോലെ തന്നെയാണ് എന്ന് എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രജിത്തായിട്ടുള്ള റിലേഷൻ ഞാൻ കുറെ വർഷങ്ങളായിട്ട്, ഞാനിപ്പോ ഒരു 8-9 വർഷമാണ് ഇപ്പൊ റണ്ണിങ് ഞാൻ ഇൻഡസ്ട്രിയിലും. അപ്പം കുറേ സിനിമകൾ ഇന്ദ്രജിത്തേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം പുള്ളി ഇപ്പം ഞാൻ സ്യൂട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരെയും സാറ് എന്നേ വിളിക്കുള്ളൂ, സാർ അല്ലെങ്കിൽ മാഡം. സ്യൂട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പുള്ളി തന്നെ ഒരു പ്രാവശ്യം എന്നോട് പറയും, സാറ് വിളി വേണ്ട കേട്ടോ, ചേട്ടൻ മതി. അങ്ങനെ ചേട്ടനാക്കിയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ
അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പം ഞാൻ തിയേറ്ററിലെ ഒരു ഷോയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോയപ്പോൾ ഇദ്രേത്തേട്ടൻ ഉണ്ടായിരുന്നു വിത്ത് പൂർണിമ മാം. അപ്പോൾ അവർ കാറ് നിർത്തിയിട്ട്, കാർ പാർക്കിംഗ് അവർ പോവായിരുന്നു, അവർ കാറ് നിർത്തിയിട്ട് ഗ്ലാസ് കഴിച്ചിട്ട് ഇതാണ് ഗായത്രി ഞാൻ പറഞ്ഞിട്ടില്ലേ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. അപ്പോൾ അവരത്രയും നോട്ടീസ് ചെയ്ത് എന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അല്ലാതെ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും എൻ്റെ അടുത്തൊക്കെ ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പക്ഷെ പൃഥ്വിരാജ് സാർ എന്ന് പറയാൻ കാര്യം ഞാൻ ഒരു ഫിലിമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, കടുവ. അത് ഞാൻ പറയാം, പേഴ്സണൽ കണക്ഷൻ വരുമ്പോഴാണ് നമുക്ക് അറിയാതെ ഇത് വരുന്നത്. പിന്നെ ഇവര് എങ്ങനെയുണ്ടായിരുന്നു ആ ഡബിങ് എക്സ്പീരിയൻസ്? ആള് പെട്ടെന്ന് ചെയ്തോ അതോ പതുക്കെ ചെയ്തോ, എങ്ങനെയാണ്? ഭയങ്കര സ്പീഡ് ആണല്ലേ? ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞാൽ സാറിന് അറിയാം അടുത്ത എന്താണ് വരാൻ പോകുന്നത്, ഞാനത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കറക്റ്റ് മീറ്റർ ആയിരിക്കും, കണ്ണടച്ച് പറഞ്ഞാൽ പോലും കറക്റ്റ് മീറ്ററിൽ വന്ന് കിടക്കും, നമുക്ക് സിങ്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സാർ ഡബ് ചെയ്യുന്നത്, അടിപൊളിയാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പം പൃഥ്വിരാജ് സാർ മാത്രമല്ല, സുരാജ് ഏട്ടൻ, പിന്നെ അങ്ങനെ കുറെ സിദ്ദിഖ് സാർ. ജനഗണമന ചെയ്തത് അല്ല, ജനഗണമന ഞാൻ ഇരുന്നിട്ടില്ല, പക്ഷെ എൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു ചെയ്തത്.